ഹലോ ഇൻ്റർനെറ്റ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. കുറച്ച് കാലം വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യയിലാണ്. കേരളത്തിൽ നിന്ന് നേരെ തായ്ലാൻഡിലോട്ട് ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. അധികം ദിവസമൊന്നുമില്ല, പ്രത്യേകിച്ച് ലോങ് ഒരു ട്രിപ്പായിട്ട് കണക്കാക്കണില്ല. ഒരു 2 ദിവസം അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു കൊളീഗും പിന്നെ കുറേ കാലമായിട്ട് എനിക്ക് പരിചയമുള്ളൊരു തായ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അവരെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് വേറെ കാര്യം. വർക്കിലാണെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. എന്നിരുന്നാലും ഞാനിപ്പോൾ ഫുക്കറ്റിലേക്കാണ് ഇവിടുന്ന് ഫ്ലൈ ചെയ്യണത്. So, welcome to Thailand. ഇപ്പോൾ ബോർഡിങ് ഓൾമോസ്റ്റ് തുടങ്ങാറായി. ഇതിന് മുന്നേ നമ്മുടെ പാസ്പോർട്ട് മറ്റേ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വർക്കൗട്ട് ആവുമോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഈ നിൽക്കണ എല്ലാവരും തായ്ലാൻഡ് ആണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. പക്ഷെ അധികം പേരൊന്നും ഇപ്പോൾ അവിടെ കാണാനില്ല. ഇതെല്ലാം ഒരു റേറ്റാണോ? എനിക്ക് തായ് ബാത്താണ്. അധികമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 2000. അപ്പോൾ നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്തു. ഇനിയിപ്പോൾ ഇതാണ് ഇമിഗ്രേഷൻ കൗണ്ടേഴ്സ് കിട്ടും. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊക്കെ ചെയ്തിരുന്നത് ഈ വരികളിൽ നിൽക്കണം. ഇപ്പോൾ ഒരു ഫാസ്റ്റ് ട്രാക്ക് ഫെസിലിറ്റി വന്നിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടെ. ഇനി വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല, ഞാൻ ട്രൈ ചെയ്യാം എന്തായാലും. ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ അവിടെയാണ് കാണിക്കുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ആ ഗേറ്റുകളെല്ലാം. ഞാനിതിൽ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഇനി ഞാൻ ആയിക്കോട്ടെ പോകണല്ലേ. ജസ്റ്റ് ഫിംഗർ വെച്ചാൽ പോലെ. ഓക്കെ, താങ്ക് യു. പ്രശ്നമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഞാൻ ആക്ച്വലി അതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവരെൻ്റെ വീഡിയോ എടുക്കുന്ന പറഞ്ഞപ്പോൾ ഞാനൊന്ന് പതറിപ്പോയി. പക്ഷേ അത് അവർക്കും കൂടി ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ അവർ വീഡിയോ ആക്ച്വലി എടുത്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എൻ്റെ ഫേസ് കാണിക്കാതെ എടുക്കാനുള്ള ഒരു സംഭവമായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ മൊത്തം പാളിപ്പോയി. കുറച്ച് ഷോട്ട് കിട്ടി. ഞാൻ അതിൽ എന്തെങ്കിലും വോയിസ് ഓവർ ഇട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കണം. അവർക്ക് എന്തായാലും എൻ്റെ വീഡിയോ പ്രോപ്പറായിട്ട് ഇടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇമിഗ്രേഷൻ ഓഫീസർ പറഞ്ഞത് ഞങ്ങൾക്കും ഇത് പ്രൊമോഷൻ വേണം, കാരണം കുറേ പേർക്ക് ഇത് ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഇത് മെയിനായിട്ട് ഞങ്ങൾക്കും കുറേ പേരെ അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ ഞാനൊരു ഇടുമെന്ന് അറിയില്ല. അപ്പോൾ ഇത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആരും അത് ചെയ്തിട്ടില്ല എന്നർത്ഥം. ഞാനായിരിക്കും ഫസ്റ്റ് ആൾ, ഐ മീൻ ഇത് വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിന് ടൈമായി. ഇപ്പോൾ നമ്മൾ നേരെ ആരുമില്ല. കൂടുതൽ ഫാമിലീസൊക്കെ ഉണ്ട്. 2 ഫ്ലൈറ്റ് ഉണ്ട് ഈ ടൈമിൽ. തായ് ലയനുണ്ട്, എയർ ഏഷ്യ ഉണ്ട്. രണ്ടും ഒരേ ഡെസ്റ്റിനേഷൻ എന്നാണ് എൻ്റെ ഒരു ഊഹം, ഫുക്കറ്റിലേക്ക്. പിന്നെ നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബർ അർജു ബ്രോയും വൈഫും ഞാൻ കണ്ടായിരുന്നു അവിടെ. പിന്നെ സംസാരിക്കാൻ നിന്നില്ല. അപ്പോൾ തായ്ലാൻഡ് എയർപോർട്ട് എത്തി കേട്ടോ, ഫുക്കറ്റ് എയർപോർട്ട് എത്തി. 30 മിനിറ്റ് മുന്നേ ഒരു ഏർലി റീച്ച് അടിച്ചു. നല്ല വെതറാണ്, കുഴപ്പമൊന്നുമില്ല. ഇതാണ് എയർപോർട്ട്. ഞാൻ ഒരുപാട് വർഷം മുന്നേ ഇവിടെ വന്നു. പക്ഷേ അങ്ങനെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇനി ഇവിടെ നേരെ നമ്മുടെ ബുക്ക് ചെയ്ത ഹോസ്റ്റലിലേക്ക് പോകണം. വീട്ടിലിപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല, ഹിന്ദിക്കാർ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നെറ്റ് കിട്ടണമില്ല. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ നോക്കി ഒന്നുമില്ലെങ്കിൽ ഊബർ അല്ലെങ്കിൽ ബസ് എടുത്ത് പോകണം. എന്താണ് ഇനി അടുത്ത പരിപാടി. ഞാൻ പോവാണ്. ഈ എയർപോർട്ട് എനിക്ക് കുറേ വർഷം മുന്നേ ഏതുകൊണ്ടോ ഒന്നും ഓർമ്മ കിട്ടണില്ല. ഇവിടെ തന്നെ ഇറങ്ങി തന്നെ അയക്കാനാണ് ചാൻസ്. ഫുൾ കണ്ടോ, റഷ്യൻ, ഇംഗ്ലീഷ്, തായ്, ഒരുപാട് റഷ്യൻ ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ടാക്സി ഒന്നും ഉണ്ടോ. ഇവിടെ റോബോട്ടൊക്കെ ഉണ്ടല്ലോ, ക്ലീനിങ്.
കാടുകുത്തി ഗൈസ് ആഫ്റ്റർ ലോങ് ടൈം. ഇനി ഇവിടുന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ എവിടെയാണെന്ന് നോക്കണം. അത് എനിക്കൊരു പിടിയില്ല. ബോർഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നേരെ. തായ്ലാൻഡ് ടീംസ് എയർപോർട്ടിൽ വന്നാൽ പോകണം കേട്ടോ. എല്ലാവരും മേക്കപ്പൊക്കെ ഇട്ട് ആരെ കൊണ്ടാക്കാൻ ഉള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. അതോ ഒരു ഫങ്ഷനാണോ എന്നറിയില്ല. എയർപോർട്ടിലാണ് പക്ഷേ നമുക്ക് സംഭവം ഒരു പിടിയും കിട്ടുന്നില്ല. കല്യാണം അങ്ങനെ എന്തെങ്കിലും അറിയില്ല. അങ്ങനെ ടാക്സി നോക്കി അതൊന്നും കിട്ടിയില്ല. നൈസായിട്ട് ഞാൻ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് അവിടെ നിന്ന് എടുത്തു. വെറും 100 ഭാഗത്തോണ്ട് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താം. ഞാനപ്പോൾ ബസ് ഇറങ്ങി. ഇതിപ്പോൾ ഫുക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണം. എനിക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. ഒരുപാട് ടൂറിസ്റ്റൊക്കെ ഉണ്ട്. വെതറും കൊള്ളാം. നമ്മുടെ നാട്ടിലെ സെയിം വെതർ, ഒരു വ്യത്യാസമില്ല. കേരളത്തിൽ നിന്ന് ഇവിടെ അതേപോലെ വന്ന പോലത്തെ തന്നെ. ഒരു വലിയൊരു ചേഞ്ച് ഉള്ളത് കണ്ടോ. ഇവിടെയൊക്കെ കഞ്ചാവിൻ്റെ കട ലീഗലായി. ഞാൻ പണ്ട് 2018 വരുമ്പോൾ ഒന്നും ഇവിടെ ലീഗലൈസ് ആയിരുന്നില്ല. ഇപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്കൊരു സ്വർഗ്ഗലോകമായിരിക്കും. യൂസ് ചെയ്യുന്നവർക്ക്, അല്ലാത്തവർക്ക് വലിയ കാര്യമൊന്നുമില്ല. ഇവിടുന്ന് ഇതൊക്കെ കുറച്ച് ഡേർട്ടിയാണല്ലോ. കാലം കയറി ഇങ്ങനെ നടന്നിങ്ങനെ പോവാണ്. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ ഹോസ്റ്റൽ. ഇവിടെ കുറേ അറബ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ അറബ് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, ഒരുപാടുണ്ട്. ഇതാണ് ഗുഡ് മോർണിംഗ് ഫുക്കറ്റ്. ഇവിടെ ലൈറ്റൊന്നും ഇല്ലേ, ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. രാജ്യന്മാരൊക്കെ വണ്ടി എടുത്തൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇവിടുന്ന് റെൻ്റൽ ബൈക്ക് കിട്ടും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇൻ്റർനാഷണൽ ലൈസൻസ് ആക്കാൻ മറന്നു. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് റെൻ്റ് എടുക്കാൻ പറ്റും. ഇഷ്ടംപോലെ ബൈക്കുകളുണ്ട്. പക്ഷേ സൂക്ഷിച്ചെടുക്കണം. ഇത് R1 ഇരിക്കുന്നുണ്ട് കേട്ടോ ഉള്ളിൽ. സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ കുറേ ഇവിടെ കിടന്നൊക്കെ ഇറങ്ങണം. സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ നിന്ന് കാശ് പോണ വഴി അറിയില്ല. ഇവിടെയൊക്കെ നമുക്ക് വാഷൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ ക്ലോത്ത്സ് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേ ചെയ്യണ ഒരു സ്ഥലം. ഇവിടെ ഒരുപാട് മസാജ് സെൻറ്റേഴ്സ് ഉണ്ട്. ഹായ് മസാജ്. ഇതാ കഞ്ചാവ് കട, കോഫി ഷോപ്പ് എന്ന് പറയുക. ഇത് ആംസ്റ്റർഡാമിൽ അങ്ങനെ തന്നെയാണ്, യൂറോപ്പിൽ 24 hours ആണ് കേട്ടോ. പിന്നെ ഫുൾ മസാജ് സെൻ്ററാണ് ഈ ഏരിയയിൽ. അയ്യോ, ഇവിടെ ഞാൻ എൻ്റെ ഫോൺ പോയാൽ പിന്നെ മൂഞ്ചി. നമ്മുടെ ഹോസ്റ്റലെത്തി. ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്റ്റല്. കയറി വന്നപ്പോൾ തന്നെ ആൻറ്റിയൊക്കെ ടാറ്റ തരുന്നു. കയറി വന്നപ്പോൾ തന്നെ റഷ്യൻസ് ആണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ഹോസ്റ്റല്. ഇവിടെയാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഇവർ ചെക്കിൻ ടൈമിൽ ലേറ്റ് ആവട്ടെ കുറച്ച്. അപ്പോൾ അവരിത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ടോയ്ലറ്റ് ഉണ്ട്, ചെറുതാണ്. എന്തായാലും കുളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ കിച്ചൺ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ ആരുമില്ല ഇപ്പോൾ, ഞാൻ മാത്രമേ ഉള്ളൂ. യാ Lisa, when you tonight you come inside. Okay. Leave the door for open, okay? Yeah. For you locker. Oh yeah. I Okay. give you the book. Yeah. Yeah. When you check out, you can give me come back, Yeah. See? Yeah. Thank It's you. for you. Thank you. Kopum Cup. ഇവിടെ അങ്ങനെ ചെറിയ ബാൽക്കണി സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. മസാജും എല്ലാ പരിപാടിയും ഉണ്ട്. പുള്ളിക്കാരത്തി കടയിൽ പോയി സാധനം മേടിച്ച് വന്നാൽ തോന്നുന്നുണ്ട്. ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഹായ്. നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി.
ജസ്റ്റ് ഒന്നൊരു മയക്കം മയങ്ങിയിട്ട് ഇനി പുറത്തോട്ടൊക്കെ നല്ല ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ഉറങ്ങി എണീറ്റ് ഇപ്പോൾ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരുത്തിന് വെയിറ്റ് ചെയ്തിരിക്കും. നമ്മുടെ ഫ്രണ്ട് ഇതാ വരുന്നു. അപ്പം ഞങ്ങൾ ചുമ്മാ ഒരു സ്ട്രീറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ബൈക്ക് റൈഡാണ് ഇവിടെ ഫുള്ള് ഓണാണ് കേട്ടോ. നൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ഫുക്കറ്റ്. നല്ല ട്രാഫിക്കും ഉണ്ട്. എപ്പോഴും തായ്ലാൻഡ് വരുമ്പോഴല്ല എപ്പോഴും സർപ്രൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് നല്ല മൂണൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. അതൊരു കുന്നാണ് കേട്ടോ. ആക്ച്വലി ഇവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. എല്ലാവരും ഈ മാർക്കറ്റ് ഞാൻ പണ്ട് വന്നിരുന്നോ ഒരു ഡൗട്ട് ഉണ്ട്. Is that the market? I know that place actually. Not that one. The another one. Another one. Okay. Because Bangladesh. In my hostel from nearby behind this road. ഞാനിവിടെ പണ്ട് വന്നായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഫുഡ് കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മ ഉണ്ട്. പിന്നെ ഈ സ്ഥലമൊക്കെ ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെ ഉണ്ട്. കൊള്ളാം മൊത്തത്തിൽ. ഈ സ്ഥലം I think my hostel is somewhere there. ഞാൻ അവിടെ ആയിരുന്നു ആദ്യം വന്നപ്പോൾ ഹോസ്റ്റൽ എടുത്തായിരുന്നത്. ഇപ്പം ആ സ്ഥലത്തിൽ കൂടെ തന്നെ വീണ്ടും ഒരു 7-8 വർഷങ്ങൾക്ക് ശേഷം Should I go back there again? ഒരു രക്ഷയില്ലാത്ത റൈഡാണ് കേട്ടോ ഇവിടെ. ബൈക്ക് എടുത്ത് കറങ്ങണം. വേറെ ലെവല്. മോട്ടോർ ജീപ്പ് ഇല്ലാത്തവർ വരെ മോട്ടോർ ജീപ്പിൽ ചേർന്നു. അങ്ങനത്തെ സെറ്റപ്പാണ്. എന്താ രസം. ഇതൊരു ഭയങ്കര ഹില്ലി ഏരിയ ആണ് കേട്ടോ. ഇവിടെ മറ്റേ സ്ട്രേ മോഡൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇല്യൂഷൻ പബ്ബില്. രക്ഷയില്ല. ട്രാഫിക് ഇന്ന് ഭയങ്കരമാണ്. ഒരു വല്ലാത്തൊരു രാജ്യം തന്നെയാണ് ഇവിടെ. അത് ലൈഫിൽ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. എൻ്റെ ഇതുവരെ രാജ്യങ്ങളിൽ പോയ ഏറ്റവും വൺ ഓഫ് ദി ഫേവറേറ്റ് കൺട്രി ലിസ്റ്റിൽ ഒന്ന് തായ്ലാൻഡ്, ഒന്ന് റഷ്യയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ലെവലാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ലോക്കൽ മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. വലിയ വിലയൊന്നുമില്ല. 100-10 സെറ്റപ്പ്. ചെരുപ്പുകളുണ്ട്. ചെരുപ്പുകളൊക്കെ ഭയങ്കര ചീപ്പായിട്ട് തോന്നി. ഒക്കെ ഓരോ ടൂറുകളാണ് കേട്ടോ. നൈസ് ബാഗുകളാണല്ലോ. വാട്ട് ഈസ് ദിസ്? I want to buy something for my mom and sister. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഫുള്ള് സ്ട്രീറ്റ് സംഭവങ്ങളാണ്. പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ സാധനങ്ങളുള്ളത്. കമ്മല്, കാര്യങ്ങൾ, ടീഷർട്സ്. വലിയ മാർക്കറ്റാണ് കേട്ടോ. It's so big. Oh my god. Shoes. Oh shit. Sorry. Anything happened? Unsubscribe. Sorry. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ സ്ട്രീറ്റാണ് കേട്ടോ. നമുക്ക് കുറേ സംഭവങ്ങൾ വാങ്ങാം. മാലകൾ. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. ഇത് ഭയങ്കര രക്ഷയില്ല. പൊളി. ഇതൊരു ട്രഡീഷണൽ ഫുഡാണ് കേട്ടോ. എന്താ സംഭവം എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ട്.
Hold it. Oh. ദോശ പോലത്തെ ഒരു സംഭവമാണ്. We have this. ഇതൊക്കെ ഫുള്ള് ഫുഡുകളാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ലൈവ് ഫിഷ്, റൈസ്, ചെമ്മീൻ, കക്ക, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഫുഡുകളുണ്ട്. എല്ലാം ലൈവാണ്. ഇത് പോർക്കാണ് കേട്ടോ. പോർക്കിൻ്റെ കുടല്, പോർക്കിൻ്റെ ബെല്ലി, എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാവരും അടിച്ച് പൊടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെറ്റ് യു വാണ്ട് ടു ഈറ്റ് സംതിങ്? Try. Just let me know. I will show you. No. I don't know. Just to see. Yeah. Crocodile. ഓക്കെ. ഇവിടെ തേളുണ്ട് കണ്ടോ. തേള്, പാറ്റ ഐറ്റം, ക്രൊക്കഡൈൽ ഉണ്ട് കേട്ടോ. ക്രൊക്കഡൈലിൻ്റെ തല അങ്ങനെ തന്നെ ഉണ്ട്. ഓ മൈ ഗോഡ്, കണ്ട പേടിയാവും. Have you tried this? രക്ഷയില്ല കേട്ടോ. And they are very kind. Really? More than the Thai. ഓക്കെ, ഞാനിത് ട്രൈ ചെയ്യണം കേട്ടോ. ഇതാണിപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നത്. പോർക്ക് ഗാർലിക് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അതിൻ്റെ കൂടെ റൈസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതെല്ലാം നോക്കി നോക്കാം. പിന്നെ ഉള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിൽ ഓരോന്നോരോന്ന് ട്രൈ ചെയ്യാം. നമ്മളിപ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഫ്രൈഡ് ചിക്കൻ. യു വാണ്ട് ട്രൈ? വാട്ട് ഈസ് ദിസ് ചിക്കൻ ആൻഡ് റൈസ്? Yeah, the Thai biryani. ഓക്കെ. You wanna try mango sticky rice? Oh yeah. Maybe we will buy after. What is the name of this street? Chilwa market. Shivong. Chilwa, like chill, like chill. Silvong Market എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു രക്ഷയില്ല. ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളില്ല. ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും പിടിച്ചിട്ടുണ്ട് ഇവിടെ. ജ്യൂസ്, ഫുഡ്, ഫ്രൂട്ട്സ്, എന്ത് വേണം എല്ലാ ഐറ്റംസും ഉണ്ട്. ഒറ്റ ബാക്കിലെല്ലാം തിന്നിട്ട് പോവാം നമുക്ക് ലോകത്തിലെ. ഇവിടെ ആരെങ്കിലും ഈ ജെല്ലി ഫിഷ് കണ്ടിട്ടുണ്ടോ? അത് ജീവനുള്ളതാണ്. എന്തെല്ലാം സംഭവങ്ങളാണെന്ന് അറിയൂടെ. ഒരു രക്ഷയില്ല. നമ്മൾ ഞെട്ടിപ്പോണ തരത്തിലുള്ള കാഴ്ചകളാണ് ഇപ്പോഴും തായ്ലാൻഡിൽ വരും. ഒന്നും പറയണ്ട. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്. ഇവളാണ് എന്നെ ഇവിടെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കണത്. ആ യാ, താങ്ക് യു. യാ, കൊപ്പം ക്രാബ്. ഇത് ജെല്ലി ഫിഷ് മേടിച്ചിട്ടുണ്ട്. ഇത്രയും ഫുഡാണ് ഇപ്പോൾ മേടിച്ചത്. ഇതൊക്കെ പോയി കഴിക്കണം. ഇനി ഇവിടെ ഇരിക്കാനും വല്ല സ്ഥലം ഉണ്ടോ നോക്കണം. രക്ഷയില്ല. ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളില്ല. പണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇത്രയും സ്ട്രീറ്റ് ഫുഡൊന്നും ട്രൈ ചെയ്തിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. അത്ര വെറുതെ ചിക്കനൊക്കെ തിന്ന് പോയി. താഴെ ട്രഡീഷണൽ ഫുഡ് ഒരെണ്ണം കഴിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരുപാടുണ്ട്. ഞാനൊരു 5 വർഷം നിന്നാൽ പോലും നമുക്കിത് ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റില്ല. എന്തായാലും ഇവിടെ ഞാൻ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ക്ലീനല്ല, അവിടെ പോയില്ല. എന്തായാലും ഇവിടെ നിന്ന് കഴിക്കാം. ഇവിടെ സ്ഥലം കിട്ടി. ഞാനപ്പോൾ ഈ ജെല്ലി ഫിഷ് ട്രൈ ചെയ്യട്ടെ. എനിക്കറിയില്ല, ചിലപ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല. എന്നാലും നോക്കി നോക്കാം. ഇത്ര അധികം സാധനങ്ങളാണ് ഇപ്പം എൻ്റെ ടേബിളിൽ. ഇതൊക്കെ തിന്ന് തീർക്കണം. ഇതാണ് മാർക്കറ്റ്. എല്ലാവരും അടിച്ചുപൊളിച്ചുകൊണ്ടിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ല രസമുണ്ട്. ഇത് പോർക്കാണ്. ഇതും നല്ല രസമുണ്ട്. ഇതാണ് ഡിഫറെന്റ്. അവളതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സേ ഹായ്. എന്തായാലും കഴിക്കട്ടെ, കഴിച്ചിട്ട് ബാക്കി പറയാം. വൈബ് എന്നൊക്കെ പറഞ്ഞാലോ തായ്ലാൻഡ് കണ്ടിട്ടുള്ളൂ. അതൊക്കെ മസാജ് സെൻ്ററാണ് കേട്ടോ. ഇതിങ്ങനെ സിൽവയുടെ ഒരു സംഭവം. അവിടെ ഒരു മസാജ് സെൻ്റർ ഉണ്ട്.
ടോയ്ലറ്റാണിത്. നടന്ന് ചുമ്മാ ഫുഡ്, ഇവിടെ ബിയറൊക്കെ കിട്ടും, ബിയറൊക്കെ കുടിച്ചിരിക്കാം. ഒരുപാട് ടൂറിസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു, നേരെ ഹെഡ് ചെയ്തിട്ട് റൂമിലോട്ട് പോയാലോ? ഇല്ല, റൂമിലല്ല, നമ്മുടെ ഫ്രണ്ട് കൊളീഗ് വന്നിട്ടുണ്ട്, സോയബ്. പുള്ളീനെ കാണണം. പുള്ളി അവിടെ ഏതൊരു ഷീസ ബാറിലിരിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് മീറ്റ് ചെയ്യണം. യെസ്, You know, I noticed something. കഴിഞ്ഞു. നേരെ വണ്ടി എടുക്കാൻ പോവാണ്. വണ്ടി എടുത്ത് ഞാൻ റൂമിലേക്ക്. ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത മാർക്കറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. A few moments later. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? ബ്രേക്ക് ഔട്ട് ചെയ്ത് ബ്രേക്കിന്റെ ഞാൻ ഔട്ടിക്കോളാം. എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഒരു മൗണ്ടനിലേക്ക് കയറി കൊണ്ടിരിക്കുകയാണ്. നൈറ്റ് റൈഡ് ചെയ്ത് എവിടെയോ എത്തി. ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീറ്റ് ആണ്. ഇത് മെയിൻ സ്ട്രീറ്റ്, ഇസ് ഇറ്റ് മെയിൻ സ്ട്രീറ്റ്? പട്ടോങ് മെയിൻ സ്ട്രീറ്റ്, റൈറ്റ്? ഈ ഓട്ടോറിക്ഷകളൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. മോഡിഫിക്കേഷൻ്റെ ഒക്കെ വേറെ ലെവല്. പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, കൂടി കാണിക്കാന്ന് വിചാരിച്ചു. ഒടുക്കത്തെ തിരക്കാട്ടോ. ഇപ്പോൾ രാത്രി 11 മണിയായി ഇവിടെ. ഇത് മെയിൻ പട്ടോങ് സ്ട്രീറ്റിൻ്റെ ഏരിയ ആണ്. ഇവിടെയാണ് ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ് കേട്ടോ. കണ്ടോ, പട്ടോങ് ബീച്ച്, തായ്ലാൻഡ്, ഫുക്കറ്റ്. ഈ തിരക്ക് നോക്കിയാ, ഓ മൈ ഗോഡ്, ഇറ്റ്സ് ഹോറിബിൾ. പാർട്ടിയുടെ മെയിൻ സ്ഥലം. We saw those three guys in the Shuwa market. Oh yeah. I was like, I know, what the fuck? Indians. They were eating behind us. Yeah. ഏതോ ഒരു റൂട്ടാണ്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ പേജ് ഇന്ത്യൻ സോങ്ങാട്ട് ഇവിടെ കളിച്ചോണ്ടിരിക്കണം. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോയബ് പോയി. ചിലപ്പോൾ നാളെ ഞങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യും. പുള്ളി ഫ്രണ്ട്സിനായിട്ട് അവിടെ ഷീസ വലിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതിവിടുത്തെ മെയിൻ പട്ടോങ് ബീച്ചാണ് കേട്ടോ. ഇവിടെ എല്ലാവരും ചില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ അങ്ങനെ ചുമ്മാ ബിയറൊക്കെ മേടിച്ച് ചുമ്മാ അങ്ങനെ ഇരിക്കാം. അടിപൊളി സെറ്റപ്പാണ്. എന്തായാലും അവിടെ കുറച്ച് നേരം പോയി നോക്കാം. അപ്പോൾ ഞാനിവിടെ നൈസായിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഇവിടെ ഇരിക്കാൻ വെച്ചു. ഇവിടെ നമുക്ക് പ്രൈവറ്റായിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ നമുക്ക് പൈസ കസേരയിൽ ഇരിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. നമുക്ക് ബിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തിട്ട് ബീച്ച് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അടിപൊളി സെറ്റപ്പാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് ബിയറൊക്കെ അടിച്ച് ചുമ്മാ കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ ഞാൻ എൻ്റെ റൂമിൽ പോവും. ഇപ്പോൾ സോയബും ഫ്രണ്ട്സൊക്കെ അവിടെ ആ ഏരിയയിൽ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.